മിണ്ടിയിട്ടിട്ട് പിന്നെ പരിഹാരം ഉണ്ടാകുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇവിടെ BJP ഗവൺമെന്റിന് ശക്തമായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ തകർക്കാനൊന്നും രാഹുൽ ഗാന്ധിയല്ല ആര് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ നയത്തിലേക്കൊന്നും അവർ പോകുമെന്നുള്ള പ്രതീക്ഷയുമില്ല. പിന്നെ പറഞ്ഞ് വഷളാവണ്ട എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ അദ്ദേഹം ആ അപ്രിയം കാണിച്ചത് ഈ പലതും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ടാണ്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയിരുന്നല്ലോ പ്രിയങ്ക ഗാന്ധി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? ചർച്ചയിൽ എങ്ങനെ പങ്കെടുത്തു? ആ ചോദ്യത്തിന് കെ സുധാകരൻ നൽകിയ മറുപടി എന്താണ്? BJP നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ നടപ്പിലാക്കും, ആര് പറഞ്ഞാലും എതിർക്കില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. നിങ്ങളുടെ MP എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നത്? വീട്ടിലിരുന്നാൽ പോരെ? ഭൂരിപക്ഷമുള്ളവർ. രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരൻ തോറ്റുകൂടെ സ്നേഹമുള്ളവരെ. അയാൾ തോറ്റാൽ ഇന്ത്യ തോറ്റുപോകും. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ്, ഇന്ത്യക്കുള്ള വോട്ടാണ്, ഈ നാടിനുള്ള വോട്ടാണ്. ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിലാക്കാനാണ്. ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഈ വണ്ടിയിൽ പോയിട്ടില്ലെങ്കിൽ ഇനി വരാനൊരു വണ്ടിയില്ല, ലക്ഷ്യത്തിലെത്തൂല. നിങ്ങൾ കയറണം സ്നേഹമുള്ളവരെ. നമ്മൾക്ക് വേണ്ടത്